എടാ മോനെ, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും സംഭവം നടക്കില്ല. ഒരു പെണ്ണിനെ ലൈനാക്കാന്ന് പറഞ്ഞ തമാശ കളിയാ. ശ്രമിക്കണം, പച്ചക്കൊടി കാണുന്നവരെ ശ്രമിക്കണം. എത്ര നാളായി? എനിക്ക് മടുത്തു. അങ്ങനെ മടുത്ത് പിന്മാറിയാ ഇനിയിപ്പോ അതിന്റെ കുറച്ചിൽ എനിക്കാ. നീ ഒരു കാര്യം ചെയ്യ്, ഒരു പേപ്പർ എടുക്ക്. എന്തിനാ? എടുക്കണോ? എഴുത്. എന്റെ സ്വപ്ന സാമ്രാജ്യത്തിലെ റാണി കുഞ്ഞുലക്ഷ്മി. സ്വപ്ന സാമ്രാജ്യം അല്ല, സ്വപ്ന സാമ്രാജ്യം. ആദ്യം മലയാളം എഴുതാൻ പഠിക്കുക, എന്നിട്ട് പ്രേമിക്കാൻ നടക്ക്. അല്ലെങ്കിൽ റാണി വേണ്ട, ദേവി. ദേവി, ശ്രീദേവി. കുട്ടിയുടെ നോട്ട്ബുക്ക് അല്ലേ ഇത്? ഇന്നലെ ക്ലാസ് റൂമിൽ നിന്ന് കിട്ടിയതാ. ഞാൻ വെറുതെ ഒന്ന് മറച്ചു നോക്കി. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മോശ, ശ്രദ്ധിച്ചാ നന്നാക്കാം. നിറയെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലോ, കുറെ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്യൂണിന്റെ പണി എഴുതാ മതി, എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഞാൻ എനിക്ക് സൗകര്യമുള്ള പോലെ എഴുതും. ഒരു ഇംഗ്ലീഷ് പഠിച്ച ആള് തേങ്ങാക്കള്ളൻ. എന്ന് ദേവിയുടെ ദാസൻ. ദാസൻ കള്ളപ്പേരിലാണല്ലോ എഴുതിയിരിക്കുന്നത്. അയാൾ ഇത് എപ്പോഴാ തന്നത്? ക്ലാസ്സിൽ മറന്നു വെച്ച എന്റെ ബുക്ക് അയാൾ തന്നപ്പോ അതിനകത്തുണ്ടായിരുന്നു. ഓ, കൗണ്ടർ. കുഞ്ഞലക്ഷ്മി ഒരു കാര്യം ചെയ്യൂ, ക്ലാസ്സിലേക്ക് പൊക്കോളൂ. വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. പിന്നെ കുട്ടി ഇത് വീട്ടിൽ ആരോടും പറയണ്ട. ചേട്ടന്മാരൊക്കെ അറിഞ്ഞ് വെറുതെ എന്തിനാ ഒരു പ്രോബ്ലം, മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞത് മറക്കണ്ട, വീട്ടിലാരോടും. കുട്ടിയോടെ നിന്നേ. കുട്ടി എന്തിനാ എന്റെ പേര് പ്രിൻസിപ്പാളിനടുത്ത് കംപ്ലൈന്റ് ചെയ്ത്? ഞാൻ നിനക്ക് കത്ത് തന്നോ? താനല്ലേ പിന്നെ ആരാ? ഓ, അല്ലേ പിന്നെ എന്റെ ബുക്കിനകത്ത് മുളച്ചു വന്നായിരിക്കും. ഇതൊക്കെ വേറെ വല്ല കുട്ടിയോടത്തും കാണിച്ചാൽ മതി, എന്റെ അടുത്ത് വേണ്ട. മോളെ, ഇതിനേക്കാൾ 4 ഇരട്ടിയുള്ള കോളേജിൽ 4-5 വർഷം പഠിച്ചവനാ ഞാൻ. തന്നേക്കാൾ സൗന്ദര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അവിടെ. അവരോട് ആരോടും തോന്നാത്ത ഇത് തന്നോട് തോന്നാനേ താൻ അത്ര വലിയ സുന്ദരിയൊന്നുമല്ല. അങ്ങനെ വല്ല വിചാരം മനസ്സിലുണ്ടെങ്കിലേ അത് മോള് കണ്ണാടി നോക്കാത്തന്റെ. എടി കൊച്ചേ, എടാ പോടാന്നൊക്കെ വീട്ടിൽ തടി പോലെ 5 ഇല്ലേ, അവരെ ചെന്ന് വിളി. നല്ല ചുണയുള്ള ആണുങ്ങൾ ആരെങ്കിലും നിന്നെ കെട്ടട്ടെ. ഇന്നീ കാണിക്കുന്ന അഹങ്കാരത്തിനൊക്കെ അന്ന് നീ പഠിച്ചോളൂ. ശിവശങ്കരൻ, എങ്ങനെ ഉണ്ടോ ഞങ്ങളുടെ നാട്? താനും വന്നേ, ഒരു കാര്യം പറയട്ടെ. എടാ നായിന്റെ മോനെ, നിന്റെ തോന്നിയാസം കാവമ്പാട്ട കുട്ടിയോടാ. മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ അടിച്ചു വന്ന് പുഴയിലെറി. മനസ്സിലായോടോ നിനക്ക്? എടാ, കത്ത് കൊടുക്കലും പ്രേമോ കാണുകളാണെങ്കിൽ നേരിട്ട് ചെയ്യണം, അല്ലാതെ കണ്ടവന്റെ വാക്ക് കേട്ടൊരുമാതിരി. ചൂടാവല്ലേ മാഷെ, എന്താ പ്രശ്നം? ഉണ്ടായിടോ. നീയല്ലടാ കുഞ്ഞലക്ഷ്മിയുടെ നോട്ട്ബുക്കിനകത്ത് ലെറ്റർ വെച്ചത്. ആണെങ്കിൽ തന്നെ താനാരാ ചോദിക്കാൻ? ചെക്കാന്റെ സ്വഭാവം ചീത്തേക്കരുത്. താനെന്താ പേടിപ്പിക്കുക? പേടിപ്പിച്ച നീന്തോ പേടിക്കില്ല. ഇതിന്റെ അകത്ത് നടന്നൊരു പോക്കറ്റ് കാണിക്കണം. എന്റെ സ്റ്റുഡിയോ അകത്ത് എന്നോട് ഇറങ്ങിപ്പോ പറയാം. നീ ആരാടാ? നിന്നെ ഞാൻ എടാ, നിന്റെ കോളേജ് കിടന്നുള്ള ചീപ്പ് ഷൈനിങ് ഉണ്ടല്ലോ, മേലെ ശിവശങ്കരോട് കാണിക്കുന്നത്. നിന്റെ ഷേപ്പ് ഒന്ന് മാറ്റി. ഞാൻ നീയൊക്കെ കൂടിയുടെ ചെക്കനെ വഷളാക്കുന്നത്. നീ വലിയ ജാടകം നടക്കണ്ട. ആന്റപ്പന നീ ശരിക്കും അറിയാനിട്ടാ. വേണ്ടി വന്നാലേ നിന്നെ ഞാൻ ആളെ വെച്ച് തല്ലിക്കും. അത്രയ്ക്ക് എന്താടാ പ്രശ്നം? നീയൊക്കെ ഈ നാട്ടുകാരാണെന്ന് പറഞ്ഞാൽ എന്താടാ കാര്യം? നിന്റെ ഒക്കെ മുമ്പിലല്ലേ ഈ വരത്തം കിടന്ന് വിലസുന്നത്? അതെ. ഇവനൊന്ന് ഒതുക്കാൻ നീ ഒന്ന് വിചാരിച്ച് നടക്കില്ലേ? ഇല്ല, അവനെ ഒതുക്കാൻ ശ്രമിച്ചപ്പോ ഞാനാ ഒതുങ്ങിയിരിക്കുന്നത്. വേണ്ട, നീ ഒതുക്കണ്ട, ഞാൻ ഒതുക്കിക്കോളാം. അതിനുള്ള മരുന്ന് എന്റെ ഉണ്ട്. എന്നാ കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ചു കിട്ടും.
പറ്റി നിനക്ക്? കാര്യം പറ. എന്താ പറ്റി? കാര്യം എന്താ പറയ്. കുട്ടി? എന്തിനാ കരയണേ? എന്താ? എനിക്കൊന്നും അറിയില്ല ഗോപാലേട്ടാ. ആരോ മനഃപൂർവ്വം ചെയ്ത പണിയത് എന്നെ ദ്രോഹിക്കാൻ. ഇനിയിപ്പോ എന്തൊക്കെ പുക്കാറാ ഇതിനെ ചൊല്ലി ഉണ്ടാവുക? ആ കുറുപ്പന്മാരാണെങ്കിൽ ഒന്നിനും മടിക്കാത്ത കൂട്ടരാ. ക്ഷോഭിക്കാതിരിക്കൂ കുറുപ്പേ. നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ എന്താണ് വേണ്ടത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഒരു മര്യാദയുടെ പേരില്ല നിങ്ങളടുത്ത് ചോദിക്കാന്ന് വെച്ച് വന്നത്. നിങ്ങളുടെ പ്രിൻസിപ്പാളായി പോയില്ലേ? അതിപ്പോ കുട്ടികളാവുമ്പോ കുട്ടികളല്ലല്ലോ, അവനല്ലേ ആ പിയൂൺ. അവനെ വിളിപ്പിക്കേ. ശിവശങ്കര, പ്രിൻസിപ്പാൾ വിളിക്കുന്നു. ചോദിക്കും പ്രിൻസിപ്പാളെ. എന്താ ശിവശങ്കര ഇതൊക്കെ? സാർ ഞാനല്ല ഇത് ചെയ്ത്. എനിക്കിതെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. നിനക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടല്ലേ? എടാ നീയൊക്കെ കത്ത് കൊടുത്തില്ലേ? പിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയില്ലേ? ഇല്ല, ഞാനല്ല കത്ത് കൊടുത്തത്. മൂത്ത് നോക്കി നുണ പറയുന്നതാ. ഞാനല്ല, നിങ്ങളെ പുന്നാര അനിയത്തിയെ നുണ പറയുന്നത്. എന്താ കുറുപ്പേ ഈ കാണിക്കുന്നത്? ഇതൊക്കെ ഇവിടെ വെച്ച് വേണോ? ഒന്ന് മിണ്ടാതിരിക്കും പ്രിൻസിപ്പാളെ. രണ്ട് കിട്ടിയാലേ അവൻ സത്യം ഞാൻ പറയുന്നത് സത്യമാ. നിങ്ങളെ വിശ്വസിപ്പിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളെ പെങ്ങളെ പറയുന്ന വലുതെങ്കിൽ അതുപോലെ ചെയ്യ്. തർക്കുത്തരം പറയുന്നോടാ. ആദ്യം പെങ്ങളെ പോയി മര്യാദ പഠിപ്പിക്കുക. നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ തുടങ്ങിയാൽ ഞാനിപ്പോ എന്താ ചെയ്യാ? പ്രിൻസിപ്പാൾ പറയുന്ന പോലെ ചെയ്താൽ മതി. അവനെ പിരിച്ചു വിടണം. പിരിച്ചു വിടുക എന്ന് പറഞ്ഞാൽ അതിന് ചില ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അവൻ നിങ്ങളുടെ വീട്ടുവേലക്കാരനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഇനിയും ആ താൻ തോന്നി അവിടെ വച്ചു വായിക്കണമെന്ന് വേണ്ട, പിരിച്ചുവിടാം. പക്ഷെ അതിന് മതിയായൊരു കാരണം. അവൻ ആ കോളേജിൽ ഉള്ളിടത്തോളം കാലം കുട്ടി പഠിക്കാൻ പോവില്ല എന്നാ. ഞങ്ങൾക്ക് മുഖ്യ അവളുടെ പഠിപ്പാ. അല്ലെങ്കിൽ പൂട്ടിക്കളയാം. എന്നാ പിന്നെ പൂട്ടല്ലേ നല്ലത്. ഞാൻ എന്റെ അഭിപ്രായം പറയാം. തൽക്കാലം അവനെ ഒരു സസ്പെൻഷനിൽ നിർത്താം. പിന്നെ വേണ്ടതുപോലെ ചെയ്യാം. എന്താ വീരഭദ്രക്കുറിപ്പ് പറയുന്നത്? ഏതായാലും മുത്തശ്ശിയുടെ അഭിപ്രായം ഒന്നറിയട്ടെ. സാർ, ഈ ജോലി കൂടി എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതണ്ട. കുറച്ചു കാലത്തേക്ക് ഒരു സസ്പെൻഷൻ. എടോ, ഇതാ വിഡ്ഢിക്കുറുപ്പന്മാരുടെ മനസ്സമാധാനത്തിനാ. നിയമപരമായി അവർക്ക് തന്നെ പിരിച്ചുവിടാൻ സാധിക്കില്ല. നിയമം പറയാൻ തുടങ്ങിയാൽ അവർക്ക് തന്റെ പേരിൽ എന്തെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വിദ്യാഭ്യാസം ഇല്ലാത്ത കൂട്ടരാ. അവരുടെ മുൻകോപം വാശിയൊക്കെ മാറുമ്പോ സമാധാനമായി സംസാരിച്ച് കാര്യം പരിഹരിക്കാം. താൻ ധൈര്യമായിട്ട് പോക്കോ. നീ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ എങ്ങനെയാ ശിവശങ്കര? ഏതായാലും കുറുപ്പന്മാര് ഇവിടെ വന്ന് സ്വീകരിച്ച് വിളിച്ചുകൊണ്ടുപോയി നിനക്ക് ജോലി തിരിച്ചു തരാനൊന്നും പോണില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? തള്ളയൊന്ന് പോയി കാണ്. വീട്ടിലേക്ക് ഞാനില്ല പുണ്യേട്ടാ. ഈ നിലയില് അമ്മയെ ചെന്ന് കാണാൻ വയ്യ. നിന്റെ അമ്മയുടെ കാര്യമല്ല പറഞ്ഞത്. കാവമ്പാട്ട മുതുക്കിത്തള്ള. അവരെ ചെന്ന് കണ്ട് കരഞ്ഞ് കാര്യം പറ. അവര് വരച്ചെടുത്ത് നിൽക്കുന്നവരാ ഈ പാണ്ഡവന്മാര്. ആ തള്ള നിന്റെ കുപ്പിയിൽ ഇറങ്ങിയാൽ നീ രക്ഷപ്പെട്ടു. ആ ശിവായി പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ, അവന് എന്ത് ഭാവിച്ചോണ്ടാ? നാണം കെടുത്താൻ തന്നെയാ. എനിക്ക് നാക്ക് ചൊറിഞ്ഞതാ രണ്ട് പറയാൻ. മുത്തശ്ശി, പിന്നെയും മണത്ത് കൂടിയിരിക്കാ നീ. ഞാൻ നിന്നൊന്ന് കാണണമെന്ന് കരുതിയിരിക്കായിരുന്നു. എന്താണ് നിന്റെ വിചാരം? നിന്റെ തോന്നിയത്തിന് ചോദിക്കാൻ ഇവിടെ ആരും ഇല്ലെന്നോ? അടിച്ചു മുട്ടിന്റെ അത്തി പൊട്ടിക്കും ഞാൻ. പോടാ. എന്താണ് മേടിച്ചു നോക്കണത്? പോടാ മുമ്പിത്. നടക്കടി. എന്റെ അമ്മേ, എടോ, താൻ വിളിച്ചോണ്ടാ അടിയോടി വന്നത്. താൻ സ്നേഹത്തോടെ തന്നതുകൊണ്ടാ അടിയോടി കുടിച്ചത്. അതെന്തിനാ താൻ വിളിച്ചപ്പോ അടിയോടി വന്നത്? താൻ തറവാടി ആയതുകൊണ്ട്. അല്ലാതെ ഏത് പീറ വന്ന് വിളിച്ചാലും ഈ അടിയോടി വരില്ല. നിങ്ങൾ ഇതുവരെ എന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. താനൊരു കാര്യം ചെയ്യും. ഇന്നോ നാളെയോ സൗകര്യമായിട്ട് കുഞ്ഞുലക്ഷ്മിയെ പോയി കണ്ട് ചെയ്തു പോയ തെറ്റിന് കാല് പിടിച്ച് മാപ്പ് പറ. പിന്നെ നിങ്ങൾ എന്താ തെറ്റെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? ഇല്ലെന്ന് 100 പ്രാവശ്യം പറഞ്ഞില്ലടോ. 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ല, 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കള്ളുടിച്ചു വിചാരിച്ചോ ചെയ്ത് ശരി, 3 കാര്യം പറ. എന്നാ താ ഒരു കാര്യം ചെയ്യും.
കുഞ്ഞുലക്ഷ്മിയെ ചെന്ന് കണ്ട് മാപ്പ് പറഞ്ഞിട്ട് പതുക്കനെ അവളുടെ എന്റെ കാര്യം. കള്ളും വാങ്ങിച്ചു കുടിച്ചിട്ട് ഒരുമാതിരി ചൊറിയുന്ന വർത്തമാനം പറഞ്ഞല്ലോ. എന്റെ കയ്യിൽ കിടന്ന് വളർന്ന കുട്ടിയത് ശർക്കര പോലെ അലിയുന്ന മനസ്സാതിന്റെ. അവള് പറഞ്ഞ കുറുപ്പന്മാര് തന്നെ കോളേജിലെ ശിപായി അല്ല ഹെഡ് മാസ്റ്റർ വരാക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ടാ പറയണേ. ഹെഡ് മാസ്റ്റർ അവളോണ്ട് വിരോധമുണ്ടോ?